കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 2026 പ്രതിഭാ പുരസ്കാരം വേട്ടക്കുളം ശിവാനന്ദന്. കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രസ്താവിക്കുകയാണ് കേരള ഡ്രാമ വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ. അവരുടെ വിശദാംശങ്ങളിലേക്ക്. 1992 ഈ സംഘടന രൂപീകരിക്കുന്നത്. പ്രൊഫഷണൽ നാടകരംഗത്തിൻ്റെ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും 2 നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് കൊല്ലം ചൈതന്യ എന്ന് പറയുന്ന നാടക ട്രൂപ്പ് ഇവിടെ അമരവളയിൽ വെച്ച് 2ാമത്തെ പരിപാടിക്ക് പോകുമ്പം അപകടത്തിൽപ്പെടുകയും അതിലെ നടനും സംവിധായകനും സംഘാടകനുമായ ചൈതന്യ ഉദയകുമാർ മരിക്കുകയും സമിതിയിലുള്ള മുഴുവൻ ആളുകൾക്കും വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുകയും ചെയ്തു. അന്നുവരെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. സീസൺ സമയമാണ്. മിക്കവാറും സമിതികളൊക്കെ രാവിലെ മെഡിക്കൽ കോളേജിൽ വന്നു. എന്തു ചെയ്യണമെന്ന് ഒരു ബോധ്യവുമില്ല. ആ മെഡിക്കൽ കോളേജിൻ്റെ മരത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രൊഫഷണൽ രംഗത്തെ അതികായന്മാരായിട്ടുള്ള പ്രവർത്തകർ രൂപം കൊടുത്തതാണ് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ഇന്ന് 34 വർഷങ്ങൾ കഴിയുന്നു. എല്ലാ വർഷവും ഒരു പ്രതിഭാ പുരസ്കാരം സംഘടന കൊടുക്കാറുണ്ട്. ഇത്തവണത്തെ പ്രതിഭാ പുരസ്കാരം നാടക നടനും സംവിധായകനും സംഘാടകനുമായ തിരുവനന്തപുരം കേരള തിയേറ്റേഴ്സിൻ്റെ സംഘാടകൻ വേട്ടക്കുളം ശിവാനന്ദനാണ് ലഭിച്ചിരിക്കുന്നത്. ജൂൺ 23 തിരുവനന്തപുരത്ത് മെയ് 23 തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സംഘടനയുടെ 31ാം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കും. അന്ന് രാവിലെ 10 മണിക്ക് പ്രസിഡന്റ് വൈക്കൽ മധുവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി ഉമേഷ് അനുഗ്രഹ സ്വാഗതം പറയും. ആരാധ്യനായ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സിനിമാ നടനും സംഗീത നാടക ക്ഷേമനിധി ബോർഡിൻ്റെ സെക്രട്ടറിയുമായിരുന്ന മുൻ ചെയർമാനായിരുന്ന ശ്രീ മധുപാല് മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ കൊല്ലം തുളസി മുഖ്യപ്രഭാഷണം നടത്തും. ആ യോഗത്തിൽ വെച്ച് പ്രതിഭാ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കും ശ്രീ വേട്ടക്കുളം ശിവാനന്ദന്. 25-ലും 26-ലും 2025-ലും 26-ലും നടന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സമ്മാനാർഹമായിട്ടുള്ള സമിതികളെയും വ്യക്തികളെയും സംഘടന അന്ന് ആദരിക്കുന്നു. അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമി 26-ൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഗുരുപൂജ പുരസ്കാരം, അതുപോലെ നാടക അവാർഡുകൾ, അത്തരത്തിലുള്ള പ്രതിഭകളെ സമ്മേളനത്തിൽ വെച്ച് സംഘടന ആദരിക്കും. അതുപോലെ 25 വർഷം പൂർത്തിയാക്കിയ സംഘടനയിലെ പ്രവർത്തകരെ, ഏകദേശം 30-ലധികം ആളുകളെ അന്നേ ദിവസം സംഘടന ആദരിക്കും. SSLCക്കും +2-നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് അന്ന് ആദരവ് നൽകും. തുടർന്ന് 2 മണി മുതൽ പ്രതിനിധി സമ്മേളനവും നടക്കും. സമ്മേളനത്തിൻ്റെ കാര്യപരിപാടി ഇതാണ്.
അതുപോലെ തന്നെ ഓസ്കാർ നോമിനേഷൻ കിട്ടിയ വാസു എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ച പരമേശ്വരൻ കുര്യാത്തിയെ സംഘടന അന്ന് ആദരിക്കും. സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ നിരവധി സമര പരിപാടികളിലൂടെ വളർന്നു വന്ന ഒരു സംഘടനയാണ്. 34 വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ നൃത്തനാടക പ്രവർത്തകരുടെ ആദ്യത്തെ സംഘടനയാണ് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. നിരവധി സമരങ്ങൾ, കലാകാര ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്നത് ഈ സംഘടനയുടെ സമരത്തിന്റെ ഫലമായിട്ടാണ്. ഇന്ന് ക്ഷേമനിധി ബോർഡിൽ ഒരു 3 മാസത്തിന് മുമ്പ് ഇടതുപക്ഷ സർക്കാർ ഒത്തിരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് 4000 രൂപ വെച്ച് കൊടുക്കുന്ന പെൻഷൻ അത് 5000 രൂപയായിട്ട് ഉയർത്തി. അംഗങ്ങളുടെ പെൺമക്കളുടെ വിവാഹത്തിന് 50,000 രൂപ കൊടുക്കാൻ നിശ്ചയിച്ചു. മരണാനന്തരം 25,000 രൂപ കൊടുക്കാൻ നിശ്ചയിച്ചു. അതുപോലെ ഒത്തിരി പദ്ധതികൾ ക്ഷേമനിധി ബോർഡ് ഈ 3 മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചു. അത് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സമരത്തിന്റെ ഫലമാണ്. സംഗീത നാടക അക്കാദമി കലാകാരന്മാർക്ക് കൊടുക്കുന്ന 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കഴിഞ്ഞ സെക്രട്ടറി അത് 1 ലക്ഷം രൂപയായിട്ട് കുറച്ചു. ഇത് 2 ലക്ഷം രൂപയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സാംസ്കാരിക മന്ത്രിയെ സമീപിക്കുകയും സംഗീത നാടക അക്കാദമിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇന്നുവരെ സാധ്യമായിട്ടില്ല. കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ് കലാകാരന്മാരുടെ 2 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന്. അതുപോലെ നിരവധി ആളുകൾ ക്ഷേമനിധി ബോർഡിൽ ചേരാത്ത കലാകാരന്മാരുണ്ട്. 60 വയസ്സ് കഴിഞ്ഞുപോയി, ഇനി ചേരാൻ അവസരമില്ല. അവർക്കൊരു അവസരം കൂടി കൊടുക്കണം എന്ന സംഘടനയുടെ ആവശ്യം കഴിഞ്ഞ ഗവൺമെന്റ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചേരാൻ സമയപരിധി വെച്ചുകൊണ്ട് ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. സമരരംഗത്ത് സംഘടന നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം 10 മണി കഴിഞ്ഞിട്ട് കേരളത്തിൽ മൈക്ക് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ശക്തമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കലാപരിപാടികൾ ക്ഷേത്രത്തിലാണ് അവതരിപ്പിക്കുന്നത്, ക്ഷേത്ര ഉത്സവങ്ങളിലാണ്. ഈ ഉത്സവത്തിന് ക്ഷേത്ര ചടങ്ങുകൾ അവസാനിക്കണമെങ്കിൽ തന്നെ 9 മണി കഴിയും. അത് കഴിഞ്ഞിട്ടുമുള്ള ക്ഷേത്ര ചടങ്ങുകളുണ്ട് പല ക്ഷേത്രങ്ങളിലും. ഇത് കഴിഞ്ഞിട്ട് 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വർഷം 200-300 നാടകങ്ങൾ കളിച്ചിരുന്ന നാടക സമിതികൾ ഇപ്പോ 100 നാടകം എന്ന ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത്. ഇതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന വലിയൊരു വിഭാഗമുണ്ട് നമ്മുടെ ഇടയിൽ. നാടക പ്രവർത്തകര് എൻ്റെ ഉപജീവന മാർഗം ഇതാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് വന്ന ആയിരക്കണക്കിന് നാടക പ്രവർത്തകരുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് അവർ. പോലീസ് പറയുന്നത് ഇത് 10 മണി വരെയുള്ള മൈക്ക് സാങ്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് സംഘടന ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തി. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഇത്തരത്തിലുള്ള ഒരു വിധികളുമില്ല. ഈ പോലീസ് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ കള്ളത്തരമാണ്. ഇത് പലതവണ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി.
UPയുടെ ഭരണകാലത്ത് UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമമാണ് 10 മണി കഴിഞ്ഞ് മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അത് വടക്കേ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനമൊക്കെ ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ്. അന്ന് പല സംസ്ഥാനത്തുനിന്നും ഇതിനെ സംബന്ധിച്ച് എതിർപ്പുകളുണ്ടായി. അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. 10 മണി മുതൽ 12 മണി വരെ നിങ്ങൾക്ക് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശം കൊടുത്തു. അതനുസരിച്ച് കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 12 മണി വരെ മൈക്ക് ഉപയോഗിക്കാനുള്ള സാങ്ഷൻ ഉണ്ട്. അന്ന് UDF ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് ഇവിടെ നടപ്പിലാക്കാൻ പറ്റാതെ പോയത് ഒരു സംഘടന ഇതിനെതിരെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതി ഈ കേസിന് വിധി പ്രഖ്യാപിച്ചു. ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമമാണ്, അതിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല എന്ന് വിധിച്ചു. ഈ വിധിക്കെതിരെ അന്ന് ആ സംഘടന സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ 3-ാമത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോ സംസ്ഥാനത്തും വർഷത്തിൽ 15 ദിവസം വരെ ഒരു പരിധിയുമില്ലാതെ മൈക്ക് സാങ്ഷൻ അനുവദിക്കാം എന്ന്. ഇതാണ് നിലവിലുള്ള വിധി എന്ന് പറയുന്നത്. ഇത് ഈ ഉത്സവങ്ങൾ നടത്താൻ അനുകൂലമായിട്ടുള്ള വിധിയാണ്. ഈ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളത്തിലെ പോലീസും ഇതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, രാത്രികാലങ്ങളിൽ ഉത്സവ അവസരങ്ങളിൽ മൈക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം. നല്ല ഒരു സമയത്ത് ഇതിലേക്ക് ഇറങ്ങി വന്ന യുവാക്കളാണ്, യുവജനങ്ങളാണ്. ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടുന്ന സംസ്ഥാന ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടുകയും ഇതിന് പരിഹാരം കാണുകയും ചെയ്യണമെന്ന് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. ഇതാണ് സമരരംഗത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ മെയ് 23-ാം തീയതി നടക്കുന്ന ഞങ്ങളുടെ സമ്മേളനം നിങ്ങൾ അത് വാർത്തയാക്കണം. 10 മണി കഴിഞ്ഞുള്ള മൈക്ക് സാങ്ഷന്റെ കാര്യം, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്, ഇതിന്റെ തെളിവുകളുണ്ട്. സുപ്രീം കോടതി വിധിയുടെ കോപ്പിയുണ്ട്, ഹൈക്കോടതി വിധിയുടെ കോപ്പിയുണ്ട്, UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന ആ നിയമത്തിന്റെ കോപ്പിയുണ്ട്. ഇതെല്ലാം വെച്ചാണ് പലതവണ സാംസ്കാരിക മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കേരളത്തിലെ 140 MLA-മാരെയും കണ്ടത് ബോധ്യപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് പൊതുജന മധ്യത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.